കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ആഫ്രിക്കൻ രാജ്യമായ ബോട്സ്വാനയുടെ പ്രസിഡന്റ് ജർമ്മനിക്കെതിരെ ഒരു ഭീഷണി മുഴക്കി. യുദ്ധമോ ഉപരോധമോ അല്ല, തങ്ങളുടെ രാജ്യത്തു നിന്ന് 20,000 ആനകളെ ജർമ്മൻ തലസ്ഥാനമായ ബെർലിനിൽ എത്തിക്കുമെന്നായിരുന്നു ആ ഭീഷണി. ആനവേട്ടയ്ക്ക് ശേഷം ആനയുടെ ശരീരഭാഗങ്ങൾ എത്തിക്കുന്നതിന് ജർമ്മനി വിലക്കേർപ്പെടുത്തുമെന്ന അഭ്യൂഹം പ്രചരിച്ചതിനെ തുടർന്നായിരുന്നു ബോട്സ്വാനയുടെ ഈ ഭീഷണി. ആനയെ ഇറക്കിവിട്ട് ഒരു രാജ്യത്തെ വെല്ലുവിളിക്കാൻ മാത്രം ധൈര്യം കാണിച്ച ആ രാജ്യത്ത് ഇത്ര ആനകളുണ്ടോ? എന്തു തോന്നുന്നു? ഇന്ന് പറയുന്നത് ആ ആനയുടെ വിശേഷങ്ങളാണ്. അതിനു മുൻപ് ഒരു ചോദ്യം, നിങ്ങൾക്ക് ആനയെ ഇഷ്ടമാണോ? ഏതാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട ആന? അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പ്രോബോസിഡിയ എന്ന സസ്തനി കുടുംബത്തിൽ ഉൾപ്പെടുന്ന ജീവിയാണ് ആന. ഈ ജന്തുവിഭാഗത്തിൽ ഇന്ന് വംശനാശം നേരിടാത്ത ഭൂമിയിലെ അവശേഷിക്കുന്ന ഏക ജീവിവർഗവും ആന തന്നെയാണ്. ഇന്നും ഭൂമുഖത്ത് 3 ആനവംശങ്ങൾ നിലവിലുണ്ട്. ആഫ്രിക്കൻ ബുഷ് ആന, ആഫ്രിക്കൻ കാട്ടാന, ഏഷ്യൻ ആന എന്നിവയാണവ. ഈ അടുത്ത കാലം വരെ ആഫ്രിക്കൻ ബുഷ് ആനയും ആഫ്രിക്കൻ കാട്ടാനയും ആഫ്രിക്കൻ ആന എന്ന ഒറ്റ പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഏഷ്യൻ ആനയുടെ ഒരു ഉപവിഭാഗമാണ് ഇന്ത്യൻ ആന. മറ്റ് ആനവംശങ്ങളെല്ലാം കഴിഞ്ഞ ഹിമയുഗത്തിന് ശേഷം, അതായത് ഏകദേശം 10,000 വർഷങ്ങൾക്ക് മുൻപ് നാമാവശേഷമായി പോയെന്നാണ് പഠനം പറയുന്നത്. കേരളത്തിന്റെയും ഇന്ത്യയുടെയും സാംസ്കാരിക മണ്ഡലത്തിൽ ആനകൾക്ക് പ്രത്യേക സ്ഥാനമുണ്ട്. ആനയെ ഇന്ത്യയുടെ പൈതൃക മൃഗമായി 2010 ഒക്ടോബർ 22-ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ആനകളുടെ സംരക്ഷണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയെന്നായിരുന്നു ഈ പ്രഖ്യാപനത്തിന് പിന്നിലെ ലക്ഷ്യം. മേൽചുണ്ട് രൂപാന്തരം പ്രാപിച്ചുണ്ടായ അവയവമായ തുമ്പിക്കൈയുള്ള ജന്തുവർഗമാണ് പ്രോബോസിഡിയ. ഇക്കൂട്ടത്തിൽപ്പെട്ട മൃഗങ്ങൾ ഉരുത്തിരിഞ്ഞ് ഏതാണ്ട് 75 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപാണെന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. മെറിത്തീറിയം, ഡൈനോതീറിയം, ട്രൈലോഫാണോൺ, പ്രാറ്റിബിലാഡോൺ, ഗോംഫോതെറിസ്, മാസ്റ്റഡോൺ, സ്റ്റെഗോഡോൺ, മാമത്ത് എന്നിവർ ആനകളുടെ മറ്റ് വിഭാഗങ്ങളാണ്. ഇതൊക്കെയാണ് ആനകളുടെ ചരിത്രമെങ്കിലും നമുക്കൊരു വൈകാരിക ബന്ധമുള്ള ജീവി കൂടിയാണ് ആനകൾ. വലിയ കറുത്ത ശരീരവും ആരെയും നിശ്ചലമാക്കുന്ന ചിഹ്നം വിളിയും വലിയ തുമ്പിക്കൈയും കൊമ്പുകളുമുള്ള സഹ്യന്റെ മകനോട് മലയാളികൾക്ക് കമ്പമേറെയാണ്. ആനയുള്ള തറവാടായിരുന്നു എന്ന് കേട്ടിട്ടില്ലേ? പ്രതാപത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ലക്ഷണം കൂടിയാണ് നമുക്ക് ആന. വാരിക്കുഴി നിർമ്മിച്ച് കാട്ടാനയെ പിടികൂടി നാട്ടാനയാക്കുന്ന ശീലവും നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. പൂരങ്ങളിലും ഉത്സവങ്ങളിലും ഒഴിച്ചുകൂടാനാകാത്ത ഗജവീരന്മാർ. ആ ഗജകേസരികളെ ഒരുക്കി പൂരപ്പറമ്പിൽ എത്തിക്കുന്നതോടെ ആനപ്രേമികൾ ആർപ്പുവിളി ആരംഭിക്കും. നാട്ടാനയായാലും കാട്ടാനയായാലും നമുക്ക് പ്രിയപ്പെട്ടവർ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ നമ്മുടെ അരിക്കൊമ്പൻ ഇത്ര ഹിറ്റാകാൻ കാരണമായത്. നമുക്കിഷ്ടം ഏഷ്യൻ ആനകളാണ്. അതിൽ നിന്നും വ്യത്യസ്തരാണ് ആഫ്രിക്കൻ ആനകൾ. ഈജിപ്തിൽ ക്രിസ്തുവിന് മുൻപ് 5000-ഓടെ തന്നെ ആനകളെ വേട്ടയാടി പിടിച്ച് വളർത്തിയിരുന്നതായി നൈൽ നദീതട സംസ്കാര ലിഖിതങ്ങൾ തെളിയിക്കുന്നുണ്ട്. ഇന്ത്യയിലും സിന്ധു നദീതട സംസ്കാരത്തിൽ നിലനിന്നിരുന്ന കാലത്തു തന്നെ മനുഷ്യർക്ക് ആനകളുമായി സമ്പർക്കമുണ്ടായിരുന്നു. പിൻകാലത്ത് ഉടലെടുത്ത രാജ്യങ്ങളിൽ കരസൈന്യത്തിൽ ആനകളെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് കണ്ട് പേർഷ്യൻ സാമ്രാജ്യവും ആനകളെ സൈനിക ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നു. ഈ ആനകളുടെ എണ്ണം പരിശോധിച്ചു നോക്കിയാലോ? ആനകളുടെ കണക്കെടുക്കുക പ്രയാസമുള്ള കാര്യമാണ്. മനുഷ്യരെ പോലെ ദേശാതിർത്തികൾ മാനിക്കുന്നവരല്ല ആനകൾ. ഇന്ന് ഒരു രാജ്യത്ത് നിൽക്കുന്ന ആന പിറ്റേന്ന് അതിർത്തി കയറി അയൽ രാജ്യത്ത് ചെന്നെത്താൻ സാധ്യതയുണ്ട്. ഇക്കാരണത്താൽ തന്നെ ആനകളുടെ കൃത്യമായ കണക്ക് മനസ്സിലാക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ലോകത്ത് ഏഷ്യയിലും ആഫ്രിക്കയിലുമാണ് ആനകൾ കണ്ടുവരാറുള്ളത്. ഇവയെ ഏഷ്യൻ ആനകളെന്നും ആഫ്രിക്കൻ ആനകളെന്നുമാണ് വിളിക്കുന്നത്. ഇങ്ങനെയെങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ആനകളുള്ള രാജ്യം ഏതാണ്? ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആനകളുള്ള രാജ്യമായി കണക്കാക്കപ്പെടുന്നത് ബോട്സ്വാനയാണ്. നേരത്തെ ഭീഷണിയുടെ കാര്യം പറഞ്ഞില്ലേ, അത് തന്നെ. ഏകദേശം 1,30,000 ആനകൾ ഇവിടെ ഉണ്ടെന്നാണ് കണക്ക് പറയുന്നത്. തെക്ക് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ആനകളും മനുഷ്യരുമായുള്ള സംഘട്ടനങ്ങളും രൂക്ഷമാണ്. ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ആനവേട്ടയ്ക്ക് വഴിയൊരുക്കുകയാണ് ഇപ്പോൾ ബോട്സ്വാന, അതും വിനോദസഞ്ചാരത്തിന്റെ മറവിൽ. ബോട്സ്വാന പ്രസിഡന്റ് മോഗീറ്റ്സി മസീസിയാണ് ഇത്തരമൊരു വിവാദ പദ്ധതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ധനികരായ വിനോദസഞ്ചാരികൾക്ക് മാത്രമാണ് ആനവേട്ടയ്ക്ക് അവസരമുണ്ടാകുക. കാര്യം ആനകളാണെങ്കിലും ആഫ്രിക്കൻ ആനകളും ഏഷ്യൻ ആനകളും വിവിധ സ്പീഷീസുകളെ മാത്രമല്ല വിവിധ ജനുസിൽ ഉൾപ്പെട്ട മൃഗങ്ങളാണ്. സഹാറയ്ക്ക് തെക്കുള്ള ഭാഗങ്ങളിലാണ് പൊതുവെ ആഫ്രിക്കൻ ആനകൾ കാണപ്പെടുന്നത്. ഏകദേശം 7000 കിലോ വരെ ഭാരവും 3.5 മീറ്റർ പൊക്കമുള്ളവയുമാണ് ആഫ്രിക്കൻ ആനകൾ. ബുഷ് എലിഫന്റ്, ഡെസേർട്ട് എലിഫന്റ്, ആഫ്രിക്കൻ ഫോറസ്റ്റ് എലിഫന്റ് എന്നീ വിഭാഗങ്ങളിൽ ആഫ്രിക്കൻ ആനകളെ വേർതിരിച്ചിട്ടുണ്ട്. മരുഭൂമിയിൽ ജീവിക്കാൻ പറ്റിയ നിലയിലുള്ള ശാരീരിക സവിശേഷതകൾ ഡെസേർട്ട് എലിഫന്റുകൾക്കുണ്ട്. വിശാലമായ പുൽമേടുകളിലാണ് ബുഷ് എലിഫന്റുകൾ ആവാസ വ്യവസ്ഥ. ഫോറസ്റ്റ് എലിഫന്റിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നിബിഡ വനങ്ങളിലാണ് ഇവ ജീവിക്കുന്നത്. ബുഷ് എലിഫന്റുകളാണ് ബോട്സ്വാനയിൽ കൂടുതലുള്ളത്. ഒരു കാലത്ത് ധാരാളം ആനകൾ ഉണ്ടായിരുന്ന സ്ഥലമാണ് ആഫ്രിക്ക.
എന്നാൽ 1979 വരെ ഇവിടെ നിലനിന്ന വമ്പൻ ആനവേട്ട ആനയുടെ എണ്ണത്തിൽ കാര്യമായ കുറവുണ്ടാക്കി. 80കളിൽ പ്രതിവർഷം 1 ലക്ഷം ആനകൾ വരെ കൊല്ലപ്പെട്ടുവെന്നാണ് കണക്കുകൾ. പിന്നീട് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചറിന്റെയും മറ്റും നേതൃത്വത്തിൽ നടന്ന വലിയ സംരക്ഷണ യജ്ഞങ്ങളാണ് ആനകളുടെ എണ്ണം ഉയർത്തിയത്. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.